ഗൈസ്, ഈ വഴിയാണ് ഞങ്ങള് ഫോട്ടോഷൂട്ടിന് പോണത്. കണ്ടോ, ഇത്ര പരിതാപകരമായ വഴിയിലൂടെ സഞ്ചരിച്ച് കഷ്ടപ്പെട്ട് ഞങ്ങൾ ചെയ്യുന്ന ഫോട്ടോഷൂട്ടാണ്. നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഒരു സൂപ്പർ ഫാമിലി. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇന്ന് നമ്മളൊരു മേക്കപ്പ് വീഡിയോ ആണ് ചെയ്യാൻ പോണത്. കുറേ നാൾക്ക് ശേഷമാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ -ഡിഗ്രിയിൽ നിന്നാണ് വീഡിയോ ചെയ്യാൻ പോണത് ഇന്ന്. ഇനി ഞങ്ങളിപ്പോൾ മണാലിയിൽ വന്നേക്കുകയാണ്. മുമ്പത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ഫോട്ടോഷൂട്ട് പോലെയൊക്കെ ചെയ്യാമെന്നുള്ളൊരു ആഗ്രഹപ്രകാരം ചെറിയ കുട്ടി മേക്കപ്പൊക്കെ ആയിട്ട് അങ്ങനെ ഉള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മേക്കപ്പ് ചെയ്ത് തുടങ്ങി. മെയിനായിട്ട് വേണ്ടത് മോയ്സ്ചറൈസറാണ് കേട്ടോ ഇവിടെ, കാരണം അത്ര ഡ്രൈ ആണ് സ്കിന്ന്. ഞാൻ മാത്രമല്ല, ഇറ്റ്സ് മീ ജോസൂട്ടിയും അപ്പുറത്തിരുന്ന് മേക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഓഡിയോ അങ്ങനെ പറഞ്ഞിരുന്ന് ചെയ്യാൻ പറ്റില്ല, കാരണം രണ്ടുപേരും ചെയ്യണോണ്ട് ആകെ ഫുള്ള് കലബിലിയാവും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ മേക്കപ്പൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോയ്സ്ചറൈസർ എല്ലാം ഇട്ടു. ലെൻസ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ അംഗം വെട്ടി, ഒന്നും നടന്നില്ല. അപ്പോൾ പിന്നെ വീണ്ടും അവളെ വിളിച്ച് അവളെ കൊണ്ട് വെപ്പിച്ച്. ആദ്യമൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ആട്ടോ. ഞാൻ എൻ്റെ കല്യാണ സമയത്ത് വെച്ചതാണ്, പിന്നെ വെച്ചിട്ടില്ല. ആക്ച്വലി എനിക്ക് ഇഷ്ടമാണ് വെക്കണത്, പക്ഷേ ഒരു ഇറിറ്റേഷൻ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഓക്കെ ആവും. പക്ഷേ അങ്ങനെ എന്തോ പിന്നെ വെക്കാൻ ചാൻസ് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം എന്തായാലും വെക്കണം എന്നും പറഞ്ഞ് അങ്ങനെ അത് വെപ്പിച്ചു അവളെ കൊണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, നമ്മളുടെ ഫൗണ്ടേഷൻ്റെ കൂടെ ഈ സിറം യൂസ് ചെയ്യുന്നുണ്ട്. കാരണം സ്കിൻ ഭയങ്കര ഡ്രൈ ആവുമല്ലോ, ഓൾറെഡി ഡ്രൈ ആണ് എൻ്റെ സ്കിന്ന്. അതിൻ്റെ കൂടെ തണുപ്പും കൂടി ആയതുകൊണ്ട് നല്ല ഡ്രൈ ആവും. മോയ്സ്ചറൈസർ നമ്മൾ നല്ലോണം ഇട്ടിട്ടുണ്ട്, എന്നാൽ കൂടി ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലതാണിത്. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ്റെ കൂടെ അത് കുറച്ച് മിക്സ് ചെയ്തിട്ടാണ് പിന്നെ ഇടണത്. ഞാൻ ഒരു ഇത്തിരി ലൈറ്റർ ഷെയ്ഡും കുറച്ച് ഡാർക്ക് ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇടണത്. ഫസ്റ്റ് ഇടണ സമയത്ത് ഒരു എന്താ പറയുക, ഇത്തിരി പുട്ടിയടിച്ച പോലെ തോന്നും, പക്ഷെ അത് ഇതിൽ കാണുമ്പോൾ തോന്നണ ആ ഒരു ഇതാണ്. കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് സ്കിന്നിലേക്ക് സെറ്റായിക്കോളും. അപ്പോൾ അങ്ങനെ നല്ലോണം എന്താ പറയുക, ബ്ലെൻഡ് ചെയ്യാനും നല്ലോണം ഇതെടുക്കും. ഈ പറഞ്ഞ മാതിരി ഡ്രൈനെസ് കൂടിയിരിക്കുന്ന സമയമായതുകൊണ്ട് നല്ലോണം നമ്മൾ ബ്ലെൻഡ് ചെയ്യണം. അല്ല ഒരു എന്താ പറയുക, ഒരു കേക്കി ആ ഒരു ഇതിലായിരിക്കും. അപ്പോൾ എന്നിട്ട് കൺസീലറും ഉണ്ട്, ഷുഗറിൻ്റെ കൺസീലറാണ് യൂസ് ചെയ്തേക്കണേ. എല്ലാം നമ്മൾ ലൈറ്റായിട്ടേ ചെയ്യണുള്ളൂ, കാരണം ഈ പറഞ്ഞ മാതിരി ആഗ്രഹപ്രകാരം ചെയ്യണതാണ്. നല്ല തണുപ്പും കാര്യങ്ങളാണ്. എത്രത്തോളം ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റും എന്താണെന്നുള്ളതൊന്നും അറിയില്ല. നമ്മളുടെ റൂമിൻ്റെ പുറത്ത് ഫുള്ള് സ്നോ ഒക്കെ വീണ് നല്ല രസമുള്ള ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ള ഇതിലാണ് ഞങ്ങൾ ജസ്റ്റ് ഇന്ന് വന്ന് ഇറങ്ങിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ അങ്ങോട്ട് ഫോട്ടോസൊക്കെ എടുത്ത് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുൾ ഫ്രീ ആയല്ലോ, പിന്നെ കറങ്ങാൻ പോലും കാര്യങ്ങളെല്ലാം ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഫസ്റ്റ് ഡേ ഇറങ്ങി ഫസ്റ്റ് കാര്യം ചെയ്യണത് ഇതാണ്. അപ്പോൾ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും എന്താ ഏതാണെന്നൊന്നും അറിയില്ല. പിന്നെ അതുമല്ല, ഈ പറഞ്ഞ മാതിരി ഡ്രൈനെസ് കാരണം നമുക്ക് വെറുതെ സ്കിന്നും ഇതാക്കണ്ടല്ലോ കുറേ മേക്കപ്പൊക്കെ ഇട്ടിട്ട്. അപ്പോൾ കുറച്ചൊന്ന് മാത്രം ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ചൊന്ന് കൺസീൽ ചെയ്ത് അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഐബ്രോസ് ചെയ്യാൻ പോണു. ഞാൻ ഐബ്രോസിൻ്റെ പൗഡറല്ല, ഇതേപോലത്തെ ഷുഗറിൻ്റെ തന്നെ ഒരു ഐബ്രോ പെൻസിലുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കിൽ ബ്രഷ് ചെയ്യാനുള്ളതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുത്ത് ഒന്ന് ലൈനൊക്കെ ഇട്ട് അങ്ങനെ ഐബ്രോസ് ഫില്ല് ചെയ്തു. ഞാൻ കൺസീലറും ഇതും രണ്ടും ഐബ്രോസിൻ്റെയും രണ്ടും ഷുഗറിൻ്റെയാണ് യൂസ് ചെയ്തത്. ഇത് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, ചെയ്യാനും നല്ല എളുപ്പമാണ്. അപ്പോൾ ബിഗിനേഴ്സിനാണെങ്കിലും ഐബ്രോസ് ഫില്ല് ചെയ്യാൻ ഒക്കെ താല്പര്യമുള്ളവർ പൗഡറിനെക്കാട്ടും ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുക ഇതാണ്, കാരണം ചെയ്യാനും കുറച്ച് എളുപ്പമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ ഐഷാഡോവും ഭയങ്കര ലൈറ്റായിട്ടേ ചെയ്യുന്നുള്ളൂ. ഞാൻ ആദ്യം എടുത്തേക്കണ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ്. അതൊന്ന് ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കിയിട്ട് പിന്നെ എൻഡിൽ മാത്രം ഒരു ഡാർക്ക് ബ്രൗൺ, അതിൻ്റെ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് മാത്രം ഡാർക്ക് ബ്രൗണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് പറഞ്ഞ് പോണേ ഉള്ളൂ കേട്ടോ, കാരണം എന്താ അങ്ങനെ ഡീറ്റെയിൽ മേക്കപ്പ് വീഡിയോ ചെയ്യാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നാമതായ സമയം ഉണ്ടായില്ല. രഞ്ജുവും ജിബിയൊക്കെ കട്ട പോസ്റ്റ് ആയിരുന്നു. ഇങ്ങനെ ചെയ്തിട്ട് തന്നെ ഞങ്ങളൊരു 2-2.5 മണിക്കൂർ എടുത്തു. രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് ചെയ്തും തക്കിയിട്ട് വന്നിട്ട് പിന്നെ ഞങ്ങളുടെ അതിൻ്റെ ഇടയ്ക്കുള്ള വർത്താനവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ കുറേ സമയം പോയി. അപ്പോൾ അങ്ങനെ ലൈറ്റായിട്ട് ഐഷാഡോ ഇട്ടു. അത് കഴിഞ്ഞ് ഐലൈനറൊക്കെ ഇട്ട് കണ്ണു എഴുതി. ഈ ലിപ്സ്റ്റിക്ക് മാത്രം നമ്മൾ ലാസ്റ്റ് ആട്ടോ, ലിപ് ബാം ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തിരുന്നു, കാരണം ലിപ്സൊക്കെ ഭയങ്കര ഡ്രൈ ആവുമായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ഡ്രൈനെസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇറങ്ങാൻ നേരത്ത് മാത്രം നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഫുൾ ഡ്രസ്സിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലിപ്സ്റ്റിക്ക് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ലിപ് ബാം ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ കണ്ണൊക്കെ എഴുതി. ഇനിയിപ്പോൾ താഴത്തും കണ്ണ് എഴുതുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് ഹാഫ് വരെ ചെയ്തിട്ട് ബാക്കി ഒന്ന് ജസ്റ്റ് ഇതാക്കി കൊടുക്കണുള്ളൂ. പൊതുവേ അങ്ങനെയാണ് എഴുതാറ്.
അപ്പോൾ എന്തായാലും ഡീറ്റെയിൽഡ് മേക്കപ്പ് വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ടൈം കിട്ടണ അനുസരിച്ച് നമുക്കൊരു മേക്കപ്പ് വീഡിയോ ചെയ്യാൻ. എനിക്ക് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഒരെണ്ണം ചെയ്യണം എന്നുള്ളത്, പക്ഷെ ഇതുവരെ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതെന്തായാലും ചെയ്യാൻ നോക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞ് താഴ്ത്തുന്ന ഐബ്രോസ് നമ്മളെപ്പോഴും ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഐ ഷാഡോവും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് ലൈറ്റ്, നമുക്കിത് പൗഡർ ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി. അതായത് ഐ ഷാഡോവിൻ്റെ പൗഡറില്ലേ, അങ്ങനത്തെ കിട്ടിയാലും അത് തന്നെ ഐ ഷാഡോവിൻ്റെ പൗഡർ ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഐബ്രോസ് നല്ലോണം ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും. ഐബ്രോസും ഐലൈനറൊക്കെ നല്ലോണം ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം തോന്നും. വേറെ ഒന്നുമില്ലെങ്കിലും ഐ ഷാഡോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക, ലൈറ്റായിട്ട് കണ്ണ് എഴുതുക, ലിപ്സ്റ്റിക് ഇടുക. അത് അത്ര ചെയ്താൽ തന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു ചേഞ്ച് ആയി. അപ്പം ഞാൻ അതൊക്കെ ചെയ്തു, ചെറിയൊരു ഷെയ്ഡ് മാത്രം. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് മിററില്ല, ഈ ഫോണിൽ തന്നെ നോക്കി ചെയ്യണോണ്ട് കറക്റ്റ് അങ്ങോട്ട് എല്ലാം ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളുടെ ചെറിയ എന്താ പറയുക ഐ ഷാഡോവിൻ്റെ ചെറിയൊരു ബോക്സ് ഉണ്ട്, അപ്പം അതിലുള്ള ചെറിയ മിററിലാണ് ഇടയ്ക്ക് വന്ന് നോക്കണത്. അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ബ്ലഷ് ഇടണം. ബ്ലഷും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയി ഫുള്ള് ഡ്രസ്സൊക്കെ മാറ്റി എല്ലാം മാറ്റി. മുടി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലായിരുന്നില്ല, ഞങ്ങൾ എക്സ്റ്റൻഷൻ എടുക്കാൻ മറന്നു. അപ്പോൾ ഈ ബ്ലഷാണ് ഞാൻ യൂസ് ചെയ്യണത്. ഇത് ഞാൻ നമ്മുടെ ലുലുന്ന് മേടിച്ചതാണ്. ഇത് ആക്ച്വലി എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഇപ്പം ഈ ഇടണ സമയത്ത് കുറച്ചൊരു ബ്രൈറ്റായിട്ട് നിൽക്കും, പക്ഷെ എന്നാലും അത് സെറ്റിലായിക്കോളും കുറച്ച് നേരം കഴിയുമ്പോൾ. അത് കഴിഞ്ഞ് മസ്കാരയൊക്കെ ഇട്ട് ഐലാഷസും വെച്ചു ഞങ്ങൾ. ആക്ച്വലി മസ്കാരയൊക്കെ ഇട്ട് റെഡി ആയി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഐലാഷസും വെച്ചിട്ടുണ്ടായിരുന്നു. മൊത്തം വെള്ളി വീഴ. അപ്പോൾ ഐലാഷസും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മൊത്തത്തിൽ ഒരുവിധമൊക്കെ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി റെഡിയായി. അവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് വിളിക്കുന്നു, ഇതുവരെ കഴിഞ്ഞില്ലെന്ന് ചോദിച്ചു. കാരണം എന്താ വെച്ചാൽ ലൈറ്റ് പോണതിന് മുമ്പ് നമുക്ക് ഫോട്ടോസ് കൊടുക്കണമല്ലോ. അപ്പം നിങ്ങൾ എന്തായാലും മിസ് ചെയ്യരുത് കേട്ടോ, ലാസ്റ്റ് വരെ കാണണം. നമ്മൾ ഫോട്ടോസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഇടുന്നുണ്ട്. അപ്പം ഇൻസ്റ്റാഗ്രാം ഇത് വേറെ ഒന്നുമല്ല കേട്ടോ കാണിക്കുന്നത്. ഇത് എൻ്റെ നഖം ഞാൻ ജെൽ പോളിഷ് ചെയ്തിട്ട് വന്നതായിരുന്നു. വെക്കേഷന് ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വന്ന സമയത്ത് ചെയ്തിട്ട് വന്നതാ. ഇവിടെ വന്ന് രണ്ടാമത്തെ ദിവസം തന്നെ എല്ലാം പൊളിഞ്ഞു പോയി തുടങ്ങി. അതുകൊണ്ട് അപ്പുറത്തെ കയ്യിൽ വെറുതെ ഒന്ന് വേറൊരു കളർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയത്, പക്ഷെ അതും കൊളായി. അവസാനം നെയിൽ പോളിഷ് മോറുമില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അവസാനം 2 കൈയും ഏകദേശം കൊളായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കണതായിരുന്നു. ഇപ്പം ഈ വോയിസ് ഓവർ ചെയ്യണതുകൊണ്ട് എല്ലാം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മറിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടാവും, ക്ഷമിക്കുക. അപ്പം എന്തായാലും ഞങ്ങളിത് ഒരുവിധം റെഡിയായി. ഇനി പോയി ഡ്രസ്സൊക്കെ ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ലിപ്സ്റ്റിക് അവസാന ഘട്ടത്തിലേക്ക് എത്തി. ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്യാട്ടോ ഏതാ കളർ എന്താണെന്നുള്ളത്. ഞാൻ ജോസ്നയുടെ ലിപ്സ്റ്റിക്കാണ് മിക്ക സമയത്ത് യൂസ് ചെയ്തത്. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കളർ. ഇതിൽ കാണുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ഒന്ന് ലൈറ്റ് ഷെയ്ഡാണ്. യെസ് ഗൈസ്, അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഇത് ഐലാഷസ് വെച്ചു. മുടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, കാരണം നമ്മളല്ലേ മറ്റേ ഇതെടുക്കാൻ എക്സ്റ്റൻഷൻ എടുക്കാൻ മറന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കണ്ട് ഞെട്ടണ്ട, മൊത്തം വലിച്ചു വരിട്ടേക്ക്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വേഗം പോയി ഫോട്ടോസൊക്കെ എടുക്കട്ടെ, കാരണം ഇപ്പോൾ ലൈറ്റൊക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പ് പിന്നെ തണുപ്പും കൂടി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിന് മുമ്പ് വേഗം ഓടിപ്പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു വരാം. എന്താ ബാക്ക്ഗ്രൗണ്ട് ഇതല്ലല്ലോ, ഒരു മിനിറ്റ് ബാക്ക് ക്യാമറ. ആ കണ്ണൊക്കെ മഞ്ഞ കണ്ടോ. അപ്പോൾ ഓക്കെ, ഞങ്ങൾ പോയിട്ട് വരാം. യെസ്, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫോട്ടോഷൂട്ടിൻ്റെ സ്ഥലം. നമ്മൾ താമസിച്ചതിൻ്റെ തൊട്ടപ്പുറത്തെ കോമ്പൗണ്ട് തന്നെയാണ്. കുറച്ചൊരു ചളിവിളിയൊക്കെ ഉണ്ട്, എന്നാലും ഞങ്ങൾ അതിസാഹസികമായിട്ട് അപ്പുറത്തേക്ക് എത്തി. GB സ്വന്തം ഫോട്ടോഗ്രാഫർ കൂടെ ഉള്ളതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഡയറക്ഷൻ മൊത്തം രഞ്ജുവിൻ്റെ അതൊക്കെ കണ്ടിട്ട് വരും കേട്ടോ. ഡയറക്ടർ രഞ്ജിത്ത്, ഫോട്ടോഗ്രാഫർ GB. ഇതെന്താ ഒരു ടേക്ക് ഔട്ട് എടുത്ത് നോക്കാം. ഫോട്ടോഷൂട്ട് അവിടെ നിന്നോ.
അവിടെ നിന്നിട്ടേ ജസ്റ്റ് ആ ഇങ്ങനെ നിവർന്ന് വരണ്ട, ജസ്റ്റ് ഈ ഒരു ബെൻഡില് വേണം. ആ കൈയൊക്കെ പിടിച്ചു, ഈ സൈഡ് കൊണ്ട് കൈ കോമ്പൊക്കെ ചെയ്ത്. അവിടെ ഫോട്ടോഷൂട്ട്, ഗംഭീര ഫോട്ടോഷൂട്ട് ആണ് കൊണ്ടിരിക്കുന്നത്. അവിടെ ആ മരത്തിന്റെ അവിടെ നൈസായിട്ട് അങ്ങ് നിന്ന് ഇവിടുത്തെ ഒരു ആംബിയൻസ്. ഈ സൈഡിലോട്ട് ലുക്ക് ചെയ്ത് വെച്ച് മുടി കോമ്പൊക്കെ ചെയ്ത് എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുക്കും. അത് ചെയ്തുകൊണ്ട് ആ സൈഡിലോട്ട് നോക്കും, ഇപ്പർ സൈഡിലോട്ട് നോക്കും. ആ കമ്പിൽ കൈ പിടിച്ചോ, കുഴപ്പമില്ല. എന്നിട്ട് ഈ ലെഫ്റ്റ് സൈഡിലെ കയ്യില് പൊട്ടിച്ചിരി ചേച്ചി ചേർന്ന് മാറിയ ബോസിലാണ് ഗൈസ്. കുഞ്ഞാ നിനക്ക് പൊട്ടിച്ചിരിപ്പിൻ ചിരിക്ക് ഒന്ന് ഫേസ് ടു ഫേസ് ഒക്കെ നോക്കിയാ ചേച്ചി, കൈ ഒന്ന് ലൂസ് ആയി കൊടുത്ത് ഫേസിലൊക്കെ നോക്കിയേ. നോക്കണ്ട, സൈഡിലൊക്കെ നോക്കിയാ ഇത് പേടിച്ചോ. കണ്ണും തമ്മിൽ മനസ്സിലൊരു സാധനം കപ്പിളിനെ കിട്ടിയ പിന്നെ ഐഡിയാസ് വരും. കഥകൾ നമുക്കും വേണം അങ്ങനത്തെ ഫോട്ടോ എടുപ്പിക്കണേ. കൈമാറും അനുരാഗമേ അയ്യോ തണുത്തിട്ട് വയ്യേ. യെസ് ഗൈസ്, അങ്ങനത്തെ ഞങ്ങളുടെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം എടുത്തു വന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പുറത്ത് പോയി ജിബിയുടെയും ജോസിൻ്റെയും കുറച്ച് ഫോട്ടോസ് എടുത്തു. അപ്പോഴേക്കും പിന്നെ ഒരു ഇതൊക്കെ ഇരുട്ടായി. നല്ല സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല, ഇരുട്ടായോണ്ടാണ്. ഞങ്ങളവിടെ നിന്ന് വീഡിയോ കോളൊക്കെ ചെയ്ത് അച്ഛനമ്മമാരെയൊക്കെ കാണിച്ചു കൊടുത്ത സ്ഥലങ്ങളൊക്കെ. എന്തായാലും നല്ല സ്ഥലം, വെറുതെ ആയില്ല. ഇത്രയും കഷ്ടപ്പെട്ട് ഇന്ന് പുട്ടിയിട്ട് വന്നിട്ട് വെറുതെ ആയില്ല. എന്ത് ജിബിയുടെ കഴിഞ്ഞിട്ടില്ല, ഓരോ ആംഗിളിലും അവൾ പറയും ചേട്ടാ ഇതും കൂടി എന്ന് പറഞ്ഞിട്ട് വീണ്ടും എടുപ്പിക്കുമായിരുന്നു. അവനും പിന്നെ എടുക്കാൻ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ കഴിഞ്ഞ് വീണ്ടും അവൾക്ക് തിരിച്ചെത്തി. ഇനി അവരുടെ കപ്പിൾ ഷൂട്ട് എടുക്കണം. എന്തായാലും അടിപൊളിയായിട്ട് ഞങ്ങൾ ചില്ലാക്കി തിരിച്ചു പോയി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ മേക്കപ്പും ഫോട്ടോസും വീഡിയോസും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ ഫോട്ടോസ് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലിടാം, അതും പ്ലീസ് ഡു.